നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെപ്പറബിൾ കേർണൽസ് വരുന്ന കേസിലെ പ്രോബ്ലംസിന്റെ ജനറൽ ഫോമാറ്റ് കണ്ടു. അതിനുശേഷം ഒരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ. നമുക്ക് ആ ക്വസ്റ്റിനകത്ത് അവിടെ ഒരു എക്സാമ്പിൾ ആണത്. അവിടെ എഫ് ഓഫ് എക്സ് എന്താണ് എന്നൊന്നും തരുന്നില്ല, ജനറൽ ആയിട്ടൊരു ഫംഗ്ഷൻ തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പം അതിന്റെ എല്ലാ പോസിബിലിറ്റീസും ആ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യുന്ന അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Show that the characteristic values of lambda for the equation y of x is equal to lambda into integral 0 to 2 pi sin x plus chi y of chi d chi are lambda 1 is equal to 1 by pi and lambda 2 is equal to minus 1 by pi with corresponding characteristic functions of the form y1 of x is equal to sin x plus cos x and y2 of x is equal to sin x minus cos x. So ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പറയുന്നത്? ഷോ ദാറ്റ് ദി, അപ്പൊ ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണത്? y of x is equal to lambda into integral 0 to 2 pi sin x plus chi y of chi d chi. ഓക്കെ, എന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് ലാംഡ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് ലാംഡ എന്ന് പറഞ്ഞാൽ ദോസ് വാല്യൂസ് ഓഫ് ലാംഡ ഫോർ വിച്ച് ദ ഡിറ്റർമിനന്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 വരുന്ന ലാംഡയുടെ വാല്യൂസിനാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഈ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് ലാംഡ ഫോർ ദിസ് ഇക്വേഷൻ ഏതൊക്കെയാണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ട് വാല്യൂസ് ഉണ്ട്, അതിൽ ഒരെണ്ണത്തിന് ലാംഡ 1 എന്ന് ഒരെണ്ണത്തിന് ലാംഡ 2 എന്ന് അവർ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. സോ ലാംഡ 1 is equal to 1 by pi and lambda 2 is equal to minus 1 by pi. സോ അതായത് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അഥവാ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 by pi യും മൈനസ് 1 by pi യും ആണെന്നാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം വിത്ത് കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ്, കൂടാതെ ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസും കണ്ടുപിടിക്കണം. അത് ഈ തന്നിരിക്കുന്നതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? ഫസ്റ്റ് റെസ്പെക്റ്റീവ്ലി ആണ്. സോ ലാംഡ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അഥവാ ഐഗൻ ഫംഗ്ഷനെ y1 of x എന്ന് കൊടുത്തിരിക്കണം. സോ y1 of x is equal to എന്താണ്? sin x plus cos x. സോ ലാംഡ 1 അഥവാ 1 by pi എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ sin x plus cos x ആണെന്ന് പ്രൂവ് ചെയ്യണം. സിമിലർലി മൈനസ് 1 by pi എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ് sin x minus cos x. അതിനെ y2 of x എന്ന് വിളിച്ചിരിക്കുന്നേ ഉള്ളൂ. സോ അത് sin x minus cos x ആണെന്നും പ്രൂവ് ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നിങ്ങൾക്ക്? നമുക്കൊരു ഇന്റഗ്രൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ആ ഇന്റഗ്രൽ ഇക്വേഷന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് 1 by pi യും മൈനസ് 1 by pi ആണെന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ കറസ്പോണ്ടിങ് ഐഗൻ ഫംഗ്ഷൻസ് sin x plus cos x ഉം sin x minus cos x ഉം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് എന്റെ ഓഡിയോ ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ തന്നെ പോകണം? സെപ്പറബിൾ കേർണൽ വരുന്ന കേസിൽ മാത്രമാണ് നമ്മൾ അത് കണ്ടിട്ടുള്ളത്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അഥവാ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുന്ന കേസ്. സോ അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ കേർണൽ സെപ്പറബിൾ കേർണൽ ആണോ എന്ന് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. സോ ആ മെത്തേഡ് വഴി പ്രൊസീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസും ഫംഗ്ഷൻസും ഒക്കെ കിട്ടുക. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നിരിക്കുന്ന കേർണൽ ആദ്യം എടുക്കുകയാണ്, സൈൻ എക്സ് പ്ലസ് ഖൈ. സോ ഇവിടെ കെ ഓഫ് എക്സ് ഖൈയുടെ പൊസിഷനിൽ കിടക്കുന്നത് സൈൻ എക്സ് പ്ലസ് ഖൈ ആണ്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്താണ്? സൈൻ എക്സ് കോസ് ഖൈ പ്ലസ് കോസ് എക്സ് സൈൻ ഖൈ എന്ന് എഴുതാം. സോ ഇത് സെപ്പറബിൾ കേർണൽ ആണോ? ആണല്ലോ. കാരണം എന്താ? ഇതിനകത്ത് രണ്ട് ടേംസ് ആണുള്ളത്. ഫസ്റ്റ് ടേം സൈൻ എക്സ് കോസ് ഖൈ, സോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഖൈ, പ്ലസ് അടുത്ത ടേം കോസ് എക്സ് സൈൻ ഖൈ, ദാറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഖൈ. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വിച്ച് ഈസ് എ സെപ്പറബിൾ കേർണൽ. ഇതൊരു സെപ്പറബിൾ കേർണൽ ആണ്. ഇനി നമ്മൾ സെപ്പറബിൾ കേർണലുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും പഠിച്ചത്. ഓക്കെ, സോ അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഞാൻ അതുപോലെ എടുത്ത് എഴുതാൻ പോവാണ്. y of x is equal to lambda integral 0 to 2 pi sin x plus chi y of chi d chi. തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ ഈ സൈൻ എക്സ് പ്ലസ് ഖൈ എന്ന് പറയുന്ന കേർണൽ ഈ എക്സ്പാൻഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എക്സ്പാൻഷൻ ഞാൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ സൈൻ എക്സ് പ്ലസ് ഖൈക്ക് പകരം.
So that is equal to എന്ത് വരും lambda into integral 0 to 2 pi sin x plus chi ക്ക് വരും sin x cos chi plus cos x sin chi into y of chi d chi. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ഇന്റഗ്രലിനെ രണ്ടായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. ലാംഡ രണ്ടിനകത്ത് വരും കാരണം ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം പിന്നെ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം. സോ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi sin x cos chi ഇൻറ്റു y of chi d chi പ്ലസ് ലാംഡ ഇൻറ്റു അടുത്ത ഇന്റഗ്രൽ എന്ത് വരും? ഇന്റഗ്രൽ 0 to 2 pi അടുത്ത ടേം എന്താണ്? cos x sin chi ഇൻറ്റു y of chi d chi. സോ ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്കറിയാം ഈ ഇന്റഗ്രൽ രണ്ടും വിത്ത് റെസ്പെക്ട് ടു ഡി ഖൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഇന്റഗ്രലിനകത്ത് എക്സിന്റെ ഫംഗ്ഷൻസ് ഈ രണ്ട് ഇന്റഗ്രലെയും ഔട്ട് സൈഡിലേക്ക് എടുക്കുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. സോ ഇതെന്ത് വരും? ഫസ്റ്റ് ഇന്റഗ്രൽ ലാംഡ ഇൻറ്റു സൈൻ എക്സ് ഔട്ട് സൈഡ് എടുക്കുന്നു. ലാംഡ സൈൻ എക്സ് ഇന്റഗ്രൽ 0 to 2 pi cos chi y of chi d chi പ്ലസ് അടുത്ത ഇന്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് എക്സ് കോസ് എക്സ് ആണ്, അത് ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ലാംഡ കോസ് എക്സ് ഇന്റഗ്രൽ 0 to 2 pi sin chi y of chi d chi. ഓക്കെ. ഇനി എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ജനറൽ ഫോമിൽ ചെയ്തപ്പോൾ നമ്മൾ ഇത്രയും വരെ ചെയ്തിട്ട് ലാംഡ ഇന്റഗ്രലിനെ ആ സെപ്പറബിൾ കേർണലിന്റെ എക്സ്പാൻഷൻ കൊടുക്കുന്നു, ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്തിടുന്നു, അതിനുശേഷം ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ടെങ്കിൽ അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം ബാക്കി ഇതിനകത്ത് വരുന്ന രണ്ട് ഇന്റഗ്രൽസ് ആണ് ഇവിടെ വരുന്നത്. സോ ഫസ്റ്റ് ഇന്റഗ്രലിന് C1 എന്ന് കൊടുക്കും, നെക്സ്റ്റ് ഇന്റഗ്രലിന് C2 എന്ന് കൊടുക്കും. നമ്മൾ ജനറൽ ഫോമാറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. സോ ഇതിനകത്ത് കിടക്കുന്ന ഈ ഫസ്റ്റ് ഇന്റഗ്രലിന് ഞാൻ C1 എന്ന് വിളിക്കാൻ പോവാണ്. ഓക്കെ. So let C1 is equal to നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് ഇന്റഗ്രൽ ആണ് C1 എന്ന് കൊടുക്കുന്നത്. ഇന്റഗ്രൽ 0 to 2 pi cos chi y of chi d chi അതിന് C1 എന്ന് കൊടുത്തു. ഈ രണ്ടാമത്തെ ഇന്റഗ്രലിനെ C2 എന്ന് വിളിച്ചു. C2 is integral 0 to 2 pi sin chi y of chi d chi. ഇനി നമ്മൾ G1 of x എന്താണ്, G2 of x എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. G1 of x നമുക്ക് കിട്ടുന്ന ഈ C1 എന്ന് പറയുന്ന ഇന്റഗ്രലിനകത്ത് y of x ന്റെ കൂടെയുള്ള ഫംഗ്ഷൻ, ഇവിടെ ഫംഗ്ഷൻ ഓഫ് chi ആയിട്ടാണ് കിടക്കുന്നത്, കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഓഫ് x ആണ് നമ്മൾ G1 of x എന്ന് വിളിക്കാം. സോ ഈ y of chi യുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? cos chi. കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഇൻ x ആണ് G1 of x. സോ G1 of x എന്തായിട്ട് എടുക്കും? cos x ആയിട്ട് എടുക്കും. അതേപോലെ C2 എന്ന് പറയുന്ന ഇന്റഗ്രലിൽ നിന്നാണ് ഞാൻ G2 of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ y of chi യുടെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് എന്താണ്? sin chi. കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഇൻ x ആണ് G2 of x. സോ G2 of x is sin x. ഓക്കെ. ഇനി ഇവിടെ C1 C2 ഈ രണ്ട് ഇന്റഗ്രലിനെ വിളിച്ചു കഴിഞ്ഞാൽ y of x is equal to എനിക്ക് എന്ത് എഴുതാം? ഇതിന് പകരം C1 ഉം C2 ഉം കൊടുത്ത് y of x ഞാൻ എഴുതുകയാണ്. y of x is equal to എന്ത് വരും? ലാംഡ sin x ഇൻറ്റു ഇതിന് C1 എന്ന് കൊടുത്തു പ്ലസ് ലാംഡ cos x ഇൻറ്റു C2 എന്ന് കിട്ടും. ഓക്കെ. സോ y of x എന്താവും? ലാംഡ sin x ഇൻറ്റു C1 പ്ലസ് ലാംഡ cos x ഇൻറ്റു C2. ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ കൊടുക്കുന്നു. ഇതാണ് എന്ത്? ഇപ്പൊ ഇതിനകത്ത് നിന്ന് ഇന്റഗ്രൽ സൈൻ എല്ലാം പോയി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. Which is the solution of the given integral equation? Provided we have to find these constants C1 and C2. Okay. So ഈ C1 ഉം C2 ഉം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മളോട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ C1 C2 വെച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കും. ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിന്റെ ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ. ഡെൽറ്റ 0 ആകുന്ന ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് വിളിക്കുക. സോ നമുക്ക് ഈ C1 C2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. സോ അതേ പ്രൊസീജിയർ നമ്മൾ ആ എക്സാമ്പിളിൽ കണ്ട അല്ലെങ്കിൽ ആ മെയിൻ തിയറിയിൽ കണ്ട അതേ സ്റ്റെപ്സ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി എന്താണ് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 2 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇക്വേഷൻ നമ്പർ 2നെ ആദ്യം ഈ G1 of x വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഏത് ഇന്റർവെല്ലാണ്? ഇവിടെ ഇന്റഗ്രേഷൻ ഏത് ഇന്റർവെല്ലാണ്? 0 to 2 pi. സോ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2നെ ആദ്യം G1 of x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും 0 to 2 pi. സോ അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുക. സോ മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? Okay. So multiply equation number 2 with G1 of x is equal to cos x and integrate over the interval 0 to pi. So ഞാൻ ഇക്വേഷൻ 2നെ ആദ്യം cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഞാൻ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാണ്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താവും? cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇന്റഗ്രൽ 0 to 2 pi cos x into y of x dx. നോക്കുക, ഇന്റഗ്രൽ 0 to 2 pi cos x into y of x dx that is equal to. ഇനി ഇവിടെ നമ്മൾ cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ cos x sin x ആവും, അല്ലെങ്കിൽ sin x cos x ആവും. ഈ കോൺസ്റ്റന്റ് ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. സോ ലാംഡ C1 ഇൻറ്റു ഇന്റഗ്രൽ എന്ത് വരും?
sin x cos x വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഇന്റഗ്രൽ sin x cos x dx. സോ അതാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ c1 ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം 0 to 2 pi sin x cos x dx. ഇനി അടുത്ത ടേമിനെ cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ cos സ്ക്വയർ x വരും. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ കോൺസ്റ്റന്റ് ലാംഡ c2 ഔട്ട്സൈഡ് എടുക്കുകയാണ്. സോ പ്ലസ് ലാംഡ c2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi cos സ്ക്വയർ x dx നൽകും. ഓക്കെ. ഇനി നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങളുടെ c1 എന്ന് പറയുന്ന ഇന്റഗ്രൽ ആണ്. കാരണം നിങ്ങൾ നോക്കുക c1 എന്താണ് ഇന്റഗ്രൽ 0 to 2 pi cos y y of y d y. ഇവിടെ ക്ക് പോലെ x കൊടുക്കുന്നല്ലേ നമുക്ക് ഇവിടെ കിടക്കുന്നത്. ഇന്റഗ്രൽ 0 to 2 pi cos x y of x dx. അതുകൊണ്ട് തന്നെ ഇത് c1 ആണ്. സോ c1 is equal to എന്ത് കിട്ടും? ലാംഡ c1. ഇനി ശ്രദ്ധിക്കുക ഇന്റഗ്രൽ 0 to 2 pi sin x cos x dx എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാനൊരു 2 വെച്ച് മൾട്ടിപ്ലൈ ആണ് ഇന്റഗ്രലിനകത്ത്. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യണമല്ലോ. സോ ആ ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു ലാംഡ c1 by 2. എന്നിട്ട് ഈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 sin x cos x എന്നല്ലേ ഇന്റഗ്രലിനകത്ത് ആവുന്നത്. 2 sin x cos x എന്ന് പറയുന്നത് എന്തിന്റെ എക്സ്പാൻഷനാണ്? sin 2x ന്റെ എക്സ്പാൻഷനാണ്. സോ അത് മാറ്റി sin 2x എന്ന് ഞാൻ എഴുതുന്നു. സോ ഇന്റഗ്രൽ 0 to 2 pi sin 2x. ഓർക്കുക 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് sin 2x ആയി. ഇനി 2 വെച്ച് ഡിവൈഡ് ചെയ്യണമല്ലോ. ആ 2 ആണ് ഇന്റഗ്രലിന് പുറത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ. പ്ലസ് ലാംഡ c2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi cos സ്ക്വയർ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? cos സ്ക്വയർ എക്സിന്റെ ഒരു എക്സ്പാൻഷൻ എന്താണ്? 1 plus cos 2x by 2 എന്നുള്ളതാണ് cos സ്ക്വയർ എക്സിന്റെ എക്സ്പാൻഷൻ. സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. dx. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു. സോ ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? So that implies എന്ത് കിട്ടും? c1 is equal to lambda c1 by 2 into integral sin 2x ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് കോസ് 2x by 2. ആ മൈനസ് ആണ് ഞാൻ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. മൈനസ് അങ്ങ് ഔട്ട്സൈഡ് എടുത്തു. സോ മൈനസ് കോസ് 2x by 2 കിട്ടും ഫ്രം 0 to 2 pi. പ്ലസ് ലാംഡ c2 ഈ ഇന്റഗ്രലിനകത്ത് കിടക്കുന്ന 2 ഞാൻ ഔട്ട്സൈഡ് എടുക്കാണ്. ലാംഡ c2 by 2. ഇനി ബാക്കിയുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 1 dx is x കിട്ടും. പ്ലസ് ഇന്റഗ്രൽ കോസ് 2x dx എന്ത് വരും? sin 2x by 2. സോ ഫ്രം 0 to 2 pi. Okay. So that is equal to എന്ത് കിട്ടും? c1 is equal to. നിങ്ങൾ നോക്കുക ഇവിടെ മൈനസ് ലാംഡ c1 by 2. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. c1 is equal to മൈനസ് ലാംഡ c1 by 2 അല്ല. ഈ 2ഉം ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന 2ഉം കൂടെ ഡിനോമിനേറ്ററിൽ 4 ആവും. സോ മൈനസ് ലാംഡ c1 by 4 എന്ന് കിട്ടും. ഇനി ഞാനിവിടെ cos 2x ന് 0 to 2 pi വാല്യൂസ് കൊടുത്ത് എന്ത് കിട്ടും? cos 2 into 2 pi is cos 4 pi. cos 4 pi minus cos 0. cos 4 pi എന്നുള്ളത് 1 ആണ്. നിങ്ങൾ നോക്കുക ഇത് ഒരു റിസൾട്ട് ആണ്. നിങ്ങൾക്ക് അറിയാം cos n pi എന്ന് പറഞ്ഞാൽ മൈനസ് 1 റേസ് ടു n. സോ cos 4 pi എന്താണ്? മൈനസ് 1 റേസ് ടു 4 അത് 1 ആണ്. അതേപോലെ cos 0യുടെ വാല്യൂവും 1 ആണ്. സോ 1 മൈനസ് 1 എന്ന് കിട്ടും. പ്ലസ് ലാംഡ c2 by 2 ഇൻറ്റു ലാംഡ c2 by 2 അതുപോലെ തന്നെ എഴുതി. ഇനി x പ്ലസ് sin 2x by 2 ന് ആദ്യം 2 pi കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 pi പ്ലസ് sin 4 pi എന്ന് കിട്ടും. sin n pi എന്ന് പറയുന്നത് 0 ആണ്. അതാണ് ഞാനിവിടെ റിസൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. sin n pi 0 ആണ്. സോ 2 pi എന്ന് മാത്രം കിട്ടും. ഇനി മൈനസ് x ന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 പ്ലസ് sin 0. അത് രണ്ടും 0 ആണ്. സോ എന്ത് മാത്രമേ കിട്ടുള്ളൂ? 2 pi. സോ ഫസ്റ്റ് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ 2 pi പ്ലസ് sin 4 pi ആണ്. സോ അത് sin 4 pi 0. സോ 2 pi plus 0 minus of 0 plus 0 എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് c1 is equal to ഈ ഫസ്റ്റ് ടേം നോക്കുക 0 ആയി പോകും. കാരണം ഇവിടെ 1 minus 1 ആണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് 0 പ്ലസ് ലാംഡ c2 by 2 ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്ത് വരും? 2 pi. സോ 2 pi വരും. This 2 and 2 get cancelled. So that c1 is equal to lambda pi c2 എന്ന് കിട്ടും. സോ c1 ഉം c2 ഉള്ള ഇക്വേഷൻ ആണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ ഈ c2 ന്റെ ടേമിനെ കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുകൊടുക്കും. So c1 minus lambda pi c2 is equal to 0. So ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കും. സോ ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി അതേപോലെ ഞാനിപ്പോ g1 of x വെച്ചിട്ടാണ് ഇക്വേഷൻ നമ്പർ 2 നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് 0 to 2 pi. സിമിലർലി ഞാൻ g2 of x ആയ sin x വെച്ചിട്ട് ഇക്വേഷൻ നമ്പർ 2 നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to 2 pi യിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നോക്കാം. സോ അത് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കിട്ടുക എങ്ങനെയാണ്? ഇന്റഗ്രൽ 0 to 2 pi sin x into y of x dx is equal to lambda c1. നോക്കുക, നോക്കിയാൽ അറിയാം. ഇക്വേഷൻ നമ്പർ 2 നെ sin x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ c1 ഔട്ട്സൈഡ് എടുക്കാം. sin x into sin x sin സ്ക്വയർ x ആവും. സോ ഫസ്റ്റ് ടേമിൽ ഇന്റഗ്രൽ sin സ്ക്വയർ x dx എന്ന് വരും. അടുത്ത ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ c2 കോൺസ്റ്റന്റ് ആണ്. അത് ഔട്ട്സൈഡ് എടുക്കാം ഇന്റഗ്രലിന്. ഇന്റഗ്രൽ sin x cos x dx എന്നും വരും. സോ അതാണ് അടുത്ത നമുക്ക് കിട്ടുക. ലാംഡ c1 ഇന്റഗ്രൽ 0 to 2 pi sin സ്ക്വയർ x dx പ്ലസ് ലാംഡ c2 ഇന്റഗ്രൽ 0 to 2 pi sin x cos x dx.
So ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് നമ്മുടെ C2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C2 is equal to എന്ത് കിട്ടും, ലാംഡ C1 ഇൻറ്റു ഈ സൈൻ സ്ക്വയർ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ മാറ്റി കൊടുക്കുന്നത് എങ്ങനെയാണ്, 1 മൈനസ് കോസ് 2x/2 ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പ്ലസ് ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇന്റഗ്രൽ സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് ചെയ്യണമെങ്കിൽ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ഡിവൈഡ് ചെയ്യുന്ന 2 ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ കിടക്കുന്നത്. 2 സൈൻ എക്സ് കോസ് എക്സ് എന്നുള്ളത് സൈൻ 2x എന്ന് എഴുതും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. C2 is equal to lambda C1/2 എടുക്കാം. ഈ 2 ആണ് ഇന്റഗ്രലിനകത്തുള്ള ഡിനോമിനേറ്റർ 2 ഔട്ട്സൈഡ് എടുക്കുന്നത്. lambda C1/2 into integral 1 dx is x minus integral cos 2x dx is sin 2x/2 from 0 to 2 pi plus lambda C2/2 into integral sin 2x is minus cos 2x/2 from 0 to 2 pi. That is C2 is equal to lambda C1/2 into ഇവിടെ 2 pi കൊടുക്കുമ്പോൾ എന്ത് വരും, 2 pi minus sin n pi sin 4 pi 0 ആണ്. അതേപോലെ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 0 എന്ന് കിട്ടും. സോ 2 പൈ മൈനസ് 0 മൈനസ് ഓഫ് 0 മൈനസ് 0 എന്ന് കിട്ടും. മൈനസ് ഈ മൈനസ് ആണ് ഞാൻ കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. മൈനസ് ലാംഡ C2 ബൈ ഈ 2 into 2 ഡിനോമിനേറ്ററിൽ അത് 4 ആവും. ഇനി cos 2x from 0 to 2 pi കൊടുത്താൽ cos 4 pi minus cos 0. Cos 4 pi is minus 1 raised to 4, that is 1. So 1 minus cos 0 is 1. Okay. That is C2 is equal to lambda C1/2 into 2 pi minus of അടുത്ത ടേം കൂടെ 1 minus 1, that is 0 ആയിപ്പോ. Next step 2 and 2 get cancelled. So C2 is equal to lambda by C1. ഇനി ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് കിട്ടും, C1 ന്റെ ടേം ആദ്യം ഇടുന്നു. മൈനസ് ലാംഡ ബൈ C1 പ്ലസ് C2 ഈക്വൽ ടു 0. അത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കണം. സോ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഏതാണ്, ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഞാൻ അത് ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. കൺസിഡർ 3 and 4. 3 and 4 ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് എഴുതുകയാണ്. C1 minus lambda by C2 equal to 0. ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 4 is minus lambda by C1 plus C2 equal to 0. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഐഗൻ വാല്യൂസ് ആണ്. ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് 0 ആകുന്ന ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ ഐഗൻ വാല്യൂസ് എന്ന് വിളിച്ചത്. സോ ഈ കറസ്പോണ്ടിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ ഡിറ്റർമിനന്റ്, കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, കോഎഫിഷ്യൻസ് എഴുതിയാൽ മതി. ഫസ്റ്റ് റോ എന്ത് വരും, ഡിറ്റർമിനന്റ് C1 ന്റെ കോഎഫിഷ്യന്റ് 1, C2 ന്റെ കോഎഫിഷ്യന്റ് മൈനസ് ലാംഡ പൈ. സെക്കൻഡ് ഇക്വേഷൻ ഈ C1 ന്റെ കോഎഫിഷ്യന്റ് ഈസ് മൈനസ് ലാംഡ പൈ, C2 ന്റെ കോഎഫിഷ്യന്റ് ഈസ് 1. സോ ഡിറ്റർമിനന്റ് ഇങ്ങനെ കിട്ടും. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 into 1 1 മൈനസ് മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആവും. സോ 1 മൈനസ് ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ എന്നാണ് ഡെൽറ്റയുടെ വാല്യൂ കിട്ടുക. ഐഗൻ വാല്യൂസ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് ലാംഡയുടെ വാല്യൂസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എന്താണ് ഡെൽറ്റയുടെ വാല്യൂ, 1 മൈനസ് ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. സോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ പൈ സ്ക്വയർ. സോ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് 1 ബൈ പൈ. സോ ഞാൻ ക്വസ്റ്റ്യൻ തന്ന പോലെ തന്നെ രണ്ട് ഐഗൻ വാല്യൂസ് കിട്ടി. പ്ലസ് 1 ബൈ പൈ മൈനസ് 1 ബൈ പൈ ആണ് ഐഗൻ വാല്യൂസ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഞാൻ ക്വസ്റ്റ്യൻ തന്ന പോലെ അതിന് ലാംഡ 1 എന്നും ലാംഡ 2 എന്നും പേര് കൊടുക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഐഗൻ വാല്യൂ 1 ബൈ പൈ, അതിനെ ലാംഡ 1 എന്ന് വിളിച്ചു. Thus lambda 1 equal to 1 by pi and lambda 2 equal to minus 1 by pi are the characteristic values. So ഇതായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നോക്കുക. lambda 1 is 1 by pi, lambda 2 is minus 1 by pi എന്ന് പ്രൂവ് ചെയ്യാൻ. ഇനി കറസ്പോണ്ടിങ് ഐഗൻ ഫംഗ്ഷൻ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഐഗൻ വാല്യൂ കണ്ടുപിടിച്ചത് വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി ഐഗൻ വാല്യൂ അഥവാ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കറസ്പോണ്ടിങ് ദോസ് വാല്യൂസ് ഓഫ് ലാംഡ ഫോർ വിച്ച് ദ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. നമുക്കിപ്പോ കിട്ടിയ ലാംഡ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഇക്വേഷന്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദോസ് വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് if a non-trivial solution exists, then that solution is called the characteristic function എന്നാണ്. സോ അതുകൊണ്ട് തന്നെ അതായത് ഇത്രയേ ഉള്ളൂ, ആ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഇക്വേഷന്റെ നോൺ ട്രിവിയൽ മീൻസ് 0 അല്ലാതെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഐഗൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ലാംഡ ഈക്വൽ ടു ഫസ്റ്റ് ഈ ലാംഡ ഈക്വൽ ടു ലാംഡ 1 എന്ന് ഞാൻ എടുക്കുന്നു. then ലാംഡ ഈക്വൽ ടു ലാംഡ 1 ഈക്വൽ ടു 1 ബൈ പൈ. സോ ലാംഡയുടെ വാല്യൂ 1 ബൈ പൈ എടുക്കുമ്പോൾ ആ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലാംഡയുടെ വാല്യൂ 1 ബൈ പൈ നമ്മൾ ആദ്യം എന്തിൽ കൊടുക്കണം, 3 and 4 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് C1 ഉം C2 ഉള്ളത്. സോ C1 ഉം C2 ഉള്ള ആ ഇക്വേഷനിൽ ലാംഡയുടെ വാല്യൂ 1 ബൈ പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് C1 C2 കിട്ടിയിട്ട്
അത് വേണം എനിക്ക് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൊല്യൂഷൻ എഴുതാൻ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ലാംഡ ഈക്വൽ ടു 1/π. അത് ഞാൻ ഈ 3ലും 4 ഇതാണല്ലോ, ഈ രണ്ട് ഇക്വേഷൻസിൽ ലാംഡയുടെ വാല്യൂ ഞാൻ 1/π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ഇക്വേഷന് ലാംഡയുടെ വാല്യൂ 1/π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, C1 മൈനസ് ലാംഡ ബൈ C2 ഈക്വൽ ടു 0 എന്നാണ്. സോ C1 മൈനസ് ലാംഡയ്ക്ക് പകരം 1/π കൊടുത്തു, 1/π ഇൻറ്റു പൈ C2 ഈക്വൽ ടു 0. ആൻഡ് അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ ബൈ C1 പ്ലസ് C2 ഈക്വൽ ടു 0 ആയിരുന്നു. സോ മൈനസ് ലാംഡയ്ക്ക് പകരം 1/π കൊടുത്തു, മൈനസ് 1/π ഇൻറ്റു പൈ C1 പ്ലസ് C2 ഈക്വൽ ടു 0. That implies ഈ ഇക്വേഷൻ എന്താവും, പൈ ആൻഡ് പൈ ഗെറ്റ് ക്യാൻസൽ, C1 മൈനസ് C2 ഈക്വൽ ടു 0. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്താവും ഇവിടെ, പൈ ആൻഡ് പൈ ഗെറ്റ് ക്യാൻസൽ, സോ മൈനസ് C1 പ്ലസ് C2 ഈക്വൽ ടു 0. That implies ഫസ്റ്റ് ഇക്വേഷനിൽ എനിക്ക് അങ്ങനെ എഴുതാം, C1 ഈക്വൽ ടു C2 എന്ന് എഴുതാം. ആൻഡ് സെക്കൻഡ് ഇക്വേഷനിൽ എനിക്ക് എന്ത് കിട്ടും, ഈ C1 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ എന്ത് കിട്ടും, C1 ഈക്വൽ ടു C2. സോ രണ്ട് ഇക്വേഷനിൽ നിന്നും എനിക്ക് C1 ഈക്വൽ ടു C2 എന്നാണ് കിട്ടുന്നത്. സോ അപ്പം ശ്രദ്ധിക്കാം, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 2 നമുക്ക് C1 ഉം ഉണ്ട് C2 ഉം ഉണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ C1 ഉം C2 എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണ്. സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 C1 പകരം C2 എന്നോ അല്ലെങ്കിൽ C2 പകരം C1 ഏതെങ്കിലും ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടും ഒറ്റ കോൺസ്റ്റന്റ്സ് ആയി മാറും. സോ അതാണ് ചെയ്യാൻ പോകുന്നത്. പുട്ട് C1 ഈക്വൽ ടു C2 ഇൻ 2. നമുക്ക് ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ ഇതേ ഉള്ളൂ, C1ന്റെയും C2ന്റെയും വാല്യൂ ഒന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ ലാംഡയുടെ വാല്യൂ ഇതുകൊണ്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, C1 ഉം C2 സെയിം ആണ്. സോ ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ, y of x is equal to lambda sin x into C1 plus lambda cos x into C2. ഓക്കെ, സോ ഞാൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ സൈൻ എക്സ് ഇൻറ്റു C1 പകരം C2 കൊടുക്കുന്നു. സോ ലാംഡ സൈൻ എക്സ് ഇൻറ്റു C2 പ്ലസ് ലാംഡ കോസ് എക്സ് ഇൻറ്റു C2 എന്നാവും. സോ നോക്കുക, അതാണ് നെക്സ്റ്റ് ഞാൻ എഴുതുന്നത്. y of x is equal to lambda sin x into C2, രണ്ടും C2ലേക്ക് മാറും, പ്ലസ് ലാംഡ കോസ് എക്സ് ഇൻറ്റു C2. ഇവിടെ ഉണ്ടായിരുന്ന C1 പകരം C2 കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, put C1 equal to C2 into we get. ഇനി C1 equal to C2 എന്ന് നമുക്ക് കിട്ടിയത് ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്, ലാംഡ ഈക്വൽ ടു 1/π. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലാംഡയ്ക്കും 1/π കൊടുക്കണം. സോ ഞാൻ C1 പകരം C2 കൊടുത്തു, വേർ ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ് 1/π. ലാംഡ 1/π ആകുമ്പോഴാണ് ഈ C1 ഉം C2 ഈക്വൽ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ലാംഡയ്ക്ക് 1/π കൊടുക്കുകയാണ്. സോ 1/π sin x into C2 പ്ലസ് 1/π cos x into C2. സോ C2 by π എന്നുള്ളത് രണ്ട് ടേമിലും ഉണ്ട്. സോ C2 by π ഞാൻ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, sin x പ്ലസ് cos x. C2 by π into sin x പ്ലസ് cos x. അതായത് ഈ C2 by π എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. C2 is an arbitrary constant and also π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ഇവിടെ C2 by π എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. സോ ഈ സൊല്യൂഷൻ ഇവിടെ നമുക്കൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടി, C2 by π into sin x പ്ലസ് cos x. ഇനി ഈ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അഥവാ ഐഗൻ ഫംഗ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രം എടുത്താൽ മതി. സോ ഏതാണ്, sin x പ്ലസ് cos x ആണ് ലാംഡ ഈക്വൽ ടു 1/πക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ ഫംഗ്ഷൻ അഥവാ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ദസ് അതിനെ ഞാൻ y1 of x എന്ന് വിളിക്കുന്നേ ഉള്ളൂ, കാരണം പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന അതിനെ y1 of x എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനും ആ പേര് കൊടുക്കുന്നു. Thus y1 of x is equal to sin x plus cos x is the characteristic function corresponding to the characteristic value lambda 1 equal to 1/π. So ഇതാണ് corresponding characteristic function. എന്നാൽ lambda 1 equal to 1/πക്ക് corresponding ആയിട്ടുള്ള characteristic function ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമല്ല. ഇതിന്റെ ഏത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എടുത്താലും, അതായത് ഇപ്പൊ 2 into sin x plus cos x അല്ലെങ്കിൽ 3 into sin x plus cos x അല്ലെങ്കിൽ 3√2 into sin x plus cos x, ഏത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഇൻറ്റു ഈ ഫംഗ്ഷൻ എടുത്താലും അതെല്ലാം ഈ ലാംഡ 1 ഈക്വൽ ടു 1/πക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, എന്നാലും ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ sin x പ്ലസ് cos x ആണ്, കാരണം ഇതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആവുന്നത്. ഓക്കെ, സോ നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, സൊല്യൂഷനിൽ വരുന്ന ആ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രം എടുക്കുക, അതിനെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മളിപ്പം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 1/π, ലാംഡ 1 ഈക്വൽ ടു 1/π എന്ന് പറയുന്നത് എടുത്തിട്ട് 3ലും 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ ഇനി എനിക്ക് ലാംഡ ഈക്വൽ ടു -1/πക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സോ ഞാൻ ലാംഡ ഈക്വൽ ടു -1/π എന്നുള്ളത് ഇക്വേഷൻ 3ലും 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പില്. ഓക്കെ, when lambda is equal to lambda 2 is equal to -1/π, 3 and 4 becomes. So lambda value -1/π എന്നുള്ളത് രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
So that implies first equation എനിക്ക് കിട്ടും C1 plus pi and pi get cancelled. So C1 plus C2 equal to 0 and C1 plus C2 equal to 0. ഇവിടെയും രണ്ട് ഇക്വേഷനും ഐഡന്റിക്കൽ ആണ്. So എന്ത് കിട്ടും? That implies C1 is equal to minus C2 എന്നാണ് രണ്ടിടത്തും കിട്ടുക. So put C1 equal to minus C2 into equation number 2 ൽ കിട്ടുന്ന കാര്യം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So y of x is equal to lambda sin x into C1 എന്നായിരുന്നു. C1 ന് പകരം minus C2 കൊടുക്കുന്നു. Equation number 2 ആണിത്. Plus lambda cos x into C2. അത് അതുപോലെ തന്നെ എഴുതി. When എപ്പോഴാണ് ഈ C1 equal to minus C2 കിട്ടുന്നത്? Lambda equal to minus 1 by pi ആവുമ്പോൾ. So അതുകൊണ്ട് തന്നെ ലാംഡയുടെ വാല്യൂ ഇവിടെ minus 1 by pi കൊടുക്കുക. So minus 1 by pi sin x into minus C2 plus minus 1 by pi cos x into C2. ഇവിടെയും കോമൺ ആയിട്ട് വല്ല ഔട്ട്സൈഡ് എടുക്കാനുണ്ടോ എന്ന് നോക്കുക. ഈ മൈനസ് C2 by pi അല്ല. ഫസ്റ്റ് ഇക്വേഷന് ഫസ്റ്റ് പാർട്ടിൽ എന്താ ഒരു മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആവും. C2 by pi ആവും. സെക്കൻഡ് ഇക്വേഷനിൽ ഒരു C2 by pi ഉണ്ട്. സോ C2 by pi ഔട്ട്സൈഡ് എടുത്താൽ എന്ത് കിട്ടും? സൈൻ എക്സ്. ഫസ്റ്റ് പാർട്ടിൽ സൈൻ എക്സേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിൽ മൈനസ് കോസ് എക്സ് എന്ന് വരും. സോ C2 by pi into sin x minus cos x എന്നാണ് ആ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. നമുക്കിവിടെ y of x is equal to 0 എന്നല്ലോ കിട്ടുന്നത്. ഒരു നോൺ സീറോ സൊല്യൂഷനല്ലേ കിട്ടുന്നത്. ഓക്കെ. കറസ്പോണ്ടിങ് ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രം വരുന്നത്. ഈ C2 by pi എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. സോ അവിടെ കിട്ടുന്ന ഫംഗ്ഷൻ ഓഫ് എക്സിന്റെ ആ പാർട്ടിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ഐഗൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. Corresponding to the eigenvalue lambda equal to minus 1 by pi. So thus y2 of x is equal to എന്താണ് ഇവിടെ sin x minus cos x is the characteristic function corresponding to the characteristic value lambda 2 equal to minus 1 by pi. Okay. So ഇവിടെ ശ്രദ്ധിക്കുക നമുക്ക് കിട്ടിയ എന്തൊക്കെയായിരുന്നു? 1 by pi ക്ക് corresponding ആയിട്ടുള്ള ഐഗൻ ഫംഗ്ഷൻ sin x plus cos x ഉം minus 1 by pi ക്ക് corresponding ആയിട്ടുള്ള ഐഗൻ ഫംഗ്ഷൻ sin x minus cos x ഉം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് തന്നെയല്ലേ? sin x plus cos x and sin x minus cos x are the corresponding eigenfunctions. So clear ആണ് ഈ problem? Okay. So നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ പഠിച്ചപ്പം നമ്മൾ അവിടെ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വാല്യൂസ് കൊടുക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ ഇവിടെ നോക്കുക നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണോ ക്ലിയർ കട്ട് ആയിട്ട് അതിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണ് പ്രോബ്ലംസ് വരിക. ഓക്കെ. പക്ഷെ ഇവിടെ ഈ പ്രോബ്ലം നോക്കുക നമ്മളിപ്പോ ചെയ്ത പ്രോബ്ലത്തിലൂടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വന്നിട്ടില്ല കേട്ടോ. എഫ് ഓഫ് എക്സ് ഇവിടെ 0 ആണ്. ഓക്കെ. എഫ് ഓഫ് എക്സ് ഇവിടെ കാരണം എഫ് ഓഫ് എക്സ് ഇവിടെ ഇല്ല. എഫ് ഓഫ് എക്സ് 0 ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ 3ഉം 4ഉം ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമായിരുന്നു. എഫ് ഓഫ് എക്സ് 0 ആയാൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഹോമോജനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. നോക്കുക ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും റൈറ്റ് സൈഡ് എന്താണ്? 3യുടെയും 4ന്റെയും 0 ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഹോമോജനസ് ഇക്വേഷൻ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇതെല്ലാം പറയും. പ്രോബ്ലം ചെയ്തു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റിനെ എന്താണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിക്ക് ചെയ്തു പോയാൽ മതി. സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്റ്റെയിൻ ദ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ y of x is equal to lambda into integral 0 to 2 pi sin x plus chi y of chi d chi plus f of x. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ അത് ഈ ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 2 പൈ സൈൻ എക്സ് പ്ലസ് കൈ വൈ ഓഫ് കൈ ഡി കൈ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ. വെൻ നമ്മളോട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ദ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ, അതായത് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഈ ജനറൽ എഫ് ഓഫ് എക്സ് ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് എക്സ് ആകുമ്പോൾ ജനറൽ സൊല്യൂഷനും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ദ അസംഷൻ ദാറ്റ്, കൂടാതെ അവരൊരു അസംഷനും പറയുന്നുണ്ട്, ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ പൈ. ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ബൈ പൈ ആവാൻ പാടില്ല. ഓക്കെ. സോ നമ്മൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ നേരത്തെ പ്രോബ്ലം ചെയ്ത അതേ സ്റ്റെപ്പിലാണ് നമ്മൾ ആ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നവരെ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിലേക്ക് കൂടുതൽ ആലോചിക്കുക. ഓക്കെ. സോ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സിന്റെ എക്സ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തു പോകേണ്ട ആവശ്യമില്ല. ആദ്യം നിങ്ങൾ ജനറൽ ആയിട്ട് എഫ് ഓഫ് എക്സ് ഇട്ട് തന്നെ ചെയ്തു പോവുക. നമ്മൾ C1 C2 ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് കിട്ടിയതിന് ശേഷം അവിടം വരെ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയാൽ മതി. എഫ് ഓഫ് എക്സിന് ഓരോ പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ. അതുവരെ നമ്മൾ ഈ ജനറൽ എഫ് ഓഫ് എക്സ് പറയുന്ന ഇട്ട് തന്നെ ചെയ്തു പോയാൽ മതി. ഓക്കെ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ് സൈൻ എക്സ് പ്ലസ് കൈ ആണ് ഇവിടുത്തെ കേർണല്, നമ്മുടെ നേരത്തെ ക്വസ്റ്റിനെ പോലെ. സോ സെപ്പറബിൾ കേർണൽ ആണ്. സോ ഹിയർ കെ ഓഫ് എക്സ് കൈ സൈൻ എക്സ് പ്ലസ് കൈ, അതിനെ സൈൻ കോസ് കൈ പ്ലസ് കോസ് എക്സ് സൈൻ കൈ എന്ന് എഴുതാം, വിച്ച് ഈസ് എ സെപ്പറബിൾ കേർണൽ.
ഇനി തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഞാൻ അതേപോലെ എടുത്ത് എഴുതിയിരിക്കുകയാണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. y of x is equal to, അവർ അവസാനം f of x തന്നു, നമ്മൾ ജനറൽ ഫോമിന്റെ പോലെ ചെയ്തു പോകാൻ വേണ്ടി ഞാൻ f of x ആദ്യം എഴുതിയതേ ഉള്ളൂ. എനിവേ നിങ്ങൾ ഇഷ്ടം പോലെ എഴുതണം. f of x plus lambda integral 0 to 2 pi sin x plus k y of k dk. തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ കേർണലിന്റെ എക്സ്പാൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു f of x പ്ലസ് എന്ത് കിട്ടും? ഇനി ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തു, കൂടാതെ ഇതിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ ഓഫ് x ഉണ്ടെങ്കിൽ അതോ ഔട്ട്സൈഡ് എടുക്കുന്നു. സോ f of x plus lambda sin x into integral 0 to 2 pi cos k y of k dk plus lambda cos x into cos x ഇവിടെ ഔട്ട്സൈഡ് എടുക്കും, ഇന്റഗ്രൽ 0 to 2 pi sin k y of k dk എന്ന് കിട്ടും. ഇതിനകത്ത് കിടക്കുന്ന ഫസ്റ്റ് ഇന്റഗ്രലിനെ c1 എന്ന് വിളിക്കുന്നു, അടുത്ത ഇന്റഗ്രലിനെ c2 എന്ന് വിളിക്കുന്നു. ഇനി c1 എന്ന് പറയുന്ന ഇന്റഗ്രലില് y of k യുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് എക്സിലുള്ള ഫംഗ്ഷനെ g1 of x എന്ന് വിളിക്കുന്നു. സോ g1 of x is cos x. സിമിലർലി g2 of x എന്ത് കിട്ടും? sin x എന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ നമ്മളിപ്പോ എഴുതിയ ഇക്വേഷനിൽ ഇവിടെ c1 എന്നും ഇതിന് c2 എന്നും കൊടുത്താൽ y of x is equal to എന്ത് കിട്ടും? f of x plus lambda sin x into c1 plus lambda cos x into c2. സോ ഇതിനാണ് ഇക്വേഷൻ നമ്പർ 2, which is the solution of the given integral equation. ഇനി നമുക്ക് c1 ഉം c2 ഉം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ g1 of x ആയ cos x വെച്ച് ഇക്വേഷൻ നമ്പർ 2 നെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഏത് ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഇന്റഗ്രൽ 0 to 2 pi ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 with g1 of x is equal to cos x and integrate over 0 to 2 pi. ഇനി ഞാൻ ഈ ഇങ്ങനെ കാണിച്ച് ഓരോന്നും പറയുന്നില്ല, ഇതാണ് കിട്ടുക, നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇന്റഗ്രൽ 0 to 2 pi cos x into y of x dx. ഇവിടെ നോക്കുക, cos x into cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. is equal to integral 0 to 2 pi f of x into cos x dx plus lambda c1 ഔട്ട്സൈഡ് എടുക്കുന്നു. cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? integral 0 to 2 pi sin x cos x dx plus lambda c2 into cos x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് cos square x ആണ്. സോ integral 0 to 2 pi cos square x dx. സോ ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് c1 ആയിരിക്കും എപ്പോഴും. സോ c1 is equal to integral 0 to 2 pi f of x cos x dx എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ f of x എന്താണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, എഫ് ഓഫ് എക്സിന് ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് ഇട്ട് തന്നെ പോയാൽ മതി, ജനറലി എഴുതിയാൽ മതി. സോ ആ ഇന്റഗ്രൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്തേ ഉള്ളൂ. ഇന്റഗ്രൽ 0 to 2 pi f of x cos x dx plus lambda c1. ഈ ഇന്റഗ്രൽ sin x cos x നമ്മൾ നേരത്തെ പോലെ ചെയ്യാൻ ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ ഡിവൈഡിംഗ് ബൈ 2 ഇത് sin 2x ആവും. cos square x നോട് എക്സ്പാൻഷൻ കൊടുക്കും, 1 plus cos 2x by 2. So c1 is equal to integral 0 to 2 pi f of x cos x dx plus lambda c1 by 2 into integral sin 2x is minus cos 2x by 2 from 0 to 2 pi. Plus അടുത്ത lambda c2 ഈ 2 outside എടുക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് x plus sin 2x by 2 from 0 to 2 pi. So c1 is equal to this integral ഈ minus lambda c1 by 2 into 2 4 ആവും. Cos 4 pi minus cos 0, that is 1 minus 1 ആണ് രണ്ടിന്റെ വാല്യൂസ്. Plus lambda c2 by 2 into ഇത് 2 pi plus 0 minus 0 plus 0. നേരത്തെ നമ്മൾ ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, so c1 is equal to this integral minus ഈ 1 minus 1 ഈ term 0 ആയി പോകും, plus lambda c2 by 2 into 2 pi. 2 and 2 get cancelled, so lambda c2 pi എന്ന് കിട്ടും. സോ ഈ c2 എന്ന് പറയുന്ന ടേമും കൂടെ ഞാൻ ഈ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് എങ്ങനെ എഴുതാം? c1 minus lambda by c2 is equal to integral 0 to 2 pi f of x cos x dx. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇനി മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 2 with g2 of x is equal to sin x and integrate over 0 to 2 pi. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇനി ഞാൻ ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയണോ, അത് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ കൺവീനിയൻസ് ഏതാണെന്ന് വെച്ചാൽ പറയാ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു പോവാം, നിങ്ങൾ പറയാ. ഓക്കെ, സോ സൈൻ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു 0 to 2 pi. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈൻ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഇന്റഗ്രൽ 0 to 2 pi f of x sin x dx എന്നുള്ള ഇന്റഗ്രൽ ഇതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതാണ്, minus lambda by c1 plus c2 is equal to integral 0 to 2 pi f of x sin x dx. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കണം. ഇനി കൺസിഡർ 3 and 4. ആ രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഞാൻ ഒരുമിച്ച് എഴുതുന്നതേ ഉള്ളൂ. 3ഉം 4ഉം ഒരുമിച്ച് എടുത്ത് എഴുതിയിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രൽ അവിടെ കിടന്നോട്ടെ, നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. സോ ഡെൽറ്റ എഴുതാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രലിന്റെ വാല്യൂ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഡെൽറ്റ എഴുതുന്നത്. സോ ഡെൽറ്റ എന്ത് വരും? കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. സോ c1 ന്റെ കോഎഫിഷ്യന്റ് 1, c2 ന്റെ കോഎഫിഷ്യന്റ് minus lambda pi
അടുത്ത ഇക്വേഷനിൽ C1 കോഎഫിഷ്യന്റ് മൈനസ് ലാംഡ ബൈ C2 കോഎഫിഷ്യന്റ് 1. സോ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഡെൽറ്റ ഈക്വൽ ടു 0 ആണെന്നോ ലാംഡയുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യാം. Lambda equal to 0 implies 1 minus lambda square phi square equal to 0. So that lambda square phi square is equal to 1 എന്ന് കിട്ടും. Lambda square is 1 by pi square and lambda equal to plus or minus 1 by pi. So delta 0 ആകുന്ന values ആണ് lambda equal to plus or minus 1 by pi. Okay. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ ഉള്ളതും എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഉള്ളതും സൊല്യൂഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Under the assumption that lambda not equal to plus or minus 1 by pi. Lambda നമ്മുടെ delta equal to 0 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ലാംഡയുടെ വാല്യൂസ് ആയിരുന്നു പ്ലസ് ഓർ മൈനസ് 1 by pi. എന്നാൽ ഇവിടെ പറയുന്നത് ലാംഡ പ്ലസ് ഓർ മൈനസ് 1 by pi എടുക്കാൻ പാടില്ല. സോ ലാംഡയുടെ വാല്യൂ പ്ലസ് 1 by pi യോ മൈനസ് 1 by pi യോ അല്ലാത്തപ്പോൾ ഉള്ള സൊല്യൂഷൻസ് ആണ് എനിക്ക് വേണ്ടത്. എഫ് ഓഫ് എക്സ് ആയിട്ട് ഞാൻ ആദ്യം എക്സ് കൊടുക്കുക, എന്നിട്ട് ലാംഡ ഈ രണ്ട് വാല്യൂസ് എടുക്കാത്തപ്പോൾ ഉള്ള സൊല്യൂഷൻസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഐഗൻ വാല്യൂസും ഐഗൻ ഫംഗ്ഷൻസും കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 0 കൊടുത്ത് നമുക്ക് അവിടെ ഐഗൻ വാല്യൂ കിട്ടി. അത് വെച്ചിട്ടുള്ള സൊല്യൂഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഐഗൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ലാംഡ ഈക്വൽ ടു ആദ്യം 1 by pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എഴുതുന്നു, അത് വെച്ചിട്ടൊരു സൊല്യൂഷൻ കിട്ടും. അതേപോലെ ലാംഡ ഈക്വൽ ടു മൈനസ് 1 by pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മാറ്റി എഴുതിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതാണ് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. ലാംഡ ഈ രണ്ട് വാല്യൂസ് എടുക്കണ്ട, അല്ലാത്തപ്പോൾ ഉള്ള ജനറൽ സൊല്യൂഷൻ, മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഈ വാല്യൂസ്. സോ അതുകൊണ്ട് തന്നെ ലാംഡ ഈ വാല്യൂസ് എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ലാംഡയ്ക്ക് ഈ വാല്യൂസ് കൊടുത്ത് നേരത്തെ പോലെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത പോലെ സോൾവ് ചെയ്യുക അല്ല ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എനിവേ ആദ്യം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഇനി ഈക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ 3ഉം 4ഉം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3ഉം 4ഉം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് അറിയണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആവുമ്പോൾ ഈ രണ്ട് വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സും ഇന്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ഡി എക്സും ഇവാലുവേറ്റ് ചെയ്യാണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് കൊടുത്തിട്ട് ഇന്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ത് വരും? ഇന്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സിന് എക്സ് കൊടുക്കുന്നു, എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻറ്റു എക്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സും ആയിട്ട് എടുക്കും. So first into integral of second. So x into integral cos x is sin x from 0 to 2 pi limit കൊടുക്കുന്നു minus integral of derivative of first function x ന്റെ derivative 1 into integral of second integral cos x is sin x dx. So ഇവിടെ വാല്യൂ കൊടുക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. 2 pi എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? 2 pi into sin 2 pi. Sin 2 pi is 0. So first value 0 ആയി. Minus 0 കൊടുക്കുമ്പോൾ x ന് 0 കൊടുക്കുമ്പോൾ അതും 0 ആയി പോയി. So 0 minus 0 എന്നാവും. Minus integral sin x is minus cos x from 0 to 2 pi. Next step ഈ മൈനസും മൈനസും ഞാൻ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ് ആവും. ഇനി cos x from 0 to 2 pi വാല്യൂ എടുക്കുമ്പോൾ എന്ത് കിട്ടും? cos 2 pi minus cos 0. Cos 2 pi is 1 and cos 0 is 1. So that 1 minus 1 0. ഇനി അടുത്ത ഇന്റഗ്രൽ 0 to 2 pi f of x sin x dx. അടുത്ത ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യണം. So that is integral 0 to 2 pi f of x is x into sin x dx. ഇവിടെയും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. First into integral sin x is minus cos x from 0 to 2 pi minus integral of derivative of first 1 വരും into integral of second integral sin x is minus cos x dx. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ മൈനസ് ഞാൻ ഔട്ട്സൈഡ് എടുക്കുന്നു, എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 pi into cos 2 pi. cos 2 pi 1 ആണ്, സോ 2 pi എന്ന് കിട്ടും. മൈനസ് x and 0 എടുക്കുമ്പോൾ 0 ആയി പോകും. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. ഇന്റഗ്രൽ cos x is sin x from 0 to 2 pi. ദാറ്റ് ഈസ് ഇവിടെ ഒരു മൈനസ് 2 pi ഉണ്ട്. ഈ sin 2x ന് എന്ത് കിട്ടും? 2 pi കൊടുത്താൽ sin 2 pi is 0, sin 0 is 0. So അത് 0 ആയി പോകും. സോ മൈനസ് 2 pi എന്ന് കിട്ടും. then lambda നമുക്ക് പറഞ്ഞിരിക്കുന്ന അസംപ്ഷൻ എന്താണ്? ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 by pi ആവുമ്പോൾ. സോ when lambda not equal to plus or minus 1 by pi and f of x is equal to x ആകുമ്പോൾ സൊല്യൂഷനിലേക്ക് പോവാണ് ഞാൻ. Equations 3 and 4 becomes equation 3ഉം 4ഉം എന്താകും എന്നാണ് പറയുന്നത്. 3യുടെയും 4ന്റെയും എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് വ്യത്യാസമൊന്നുമില്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് വാല്യൂ 0 എന്നും സെക്കൻഡ് വാല്യൂ മൈനസ് 2 pi എന്നും കിട്ടി. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷൻസ് എഴുതുകയാണ് ചെയ്യുന്നത്. സോ C1 minus lambda by C2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യത്യാസമൊന്നുമില്ല, ഈക്വൽ ടു 0. നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്തപ്പോൾ 0 എന്നല്ലേ കിട്ടിയത്. അതേപോലെ അടുത്ത ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് ഈ മൈനസ് 2 pi കിട്ടിയത്. സോ മൈനസ് ലാംഡ ബൈ C1 പ്ലസ് C2 is minus 2 pi.
ഇത് രണ്ടുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ ലാംഡയ്ക്ക് ലാംഡ 1/π ആവുമ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ലാംഡയ്ക്ക് 1/π കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സൊല്യൂഷൻ ലാംഡ ഈക്വൽ ടു -1/π ചെയ്യുമ്പോൾ അവിടെ ലാംഡ -1/π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ലാംഡ നോട്ട് ഈക്വൽ ടു +or-1/π ആണ്. ഈ രണ്ട് വാല്യൂസ് ലാംഡയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ജനറലി ഈ ലാംഡ ഈ ഇക്വേഷനിൽ ലാംഡ എന്ന് പറയുന്ന വാല്യൂ അവിടെ കിടക്കും. ലാംഡയുടെ വാല്യൂ ഇത് രണ്ടും അല്ലാത്ത കേസാണ് പറയുന്നത്. സോ അവിടുത്തെ ലാംഡയുടെ വാല്യൂ ഏതാന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ അറിയില്ല. ലാംഡ എന്ന് തന്നെ ആയിരിക്കും ആ ഇക്വേഷനിൽ കിടക്കുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഞാൻ എനിക്ക് എന്ത് കിട്ടും? C1 ഈസ് ഈക്വൽ ടു ലാംഡ പൈ C2 എന്ന് കിട്ടും. C1 ഉം C2 എനിക്ക് കണ്ടുപിടിക്കണം, സോൾവ് ചെയ്യണ്ടേ. So first equation is C1 equal to lambda by C2 കിട്ടും. Substitute this, the other equation becomes, ആ C1 ന്റെ വാല്യൂ ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ലാംഡ പൈ ഇൻറ്റു C1 പകരം ലാംഡ പൈ C2 പ്ലസ് C2 ഈക്വൽ ടു -2π. സോ ഇത് ഫുൾ C2 യിലേക്ക് മാറി. ഇതിൽ നിന്ന് ഇതെന്താവും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ C2 പ്ലസ് C2 ഈക്വൽ ടു -2π. C2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 മൈനസ് ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -2π. That is C2 is equal to എങ്ങനെ എഴുതാം? -2π by 1 minus lambda square pi square. That implies C2 is equal to, ഇവിടെ മൈനസ് ഉണ്ടല്ലോ, അത് ഡിനോമിനേറ്ററിലേക്ക് കൊടുത്താൽ ഇത് റിവേഴ്സ് ചെയ്യും. So C2 is equal to 2π by ഡിനോമിനേറ്റർ എന്താവും? ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ -1. So C2 ന്റെ വാല്യൂ കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വാല്യൂസിൽ ജനറൽ ആയിട്ട് ലാംഡ എന്ന് പറഞ്ഞ് കിടക്കും, കാരണം ലാംഡയുടെ വാല്യൂ നമുക്ക് അറിയില്ല. സോ C2 എന്ന് പറയുന്നത് കിട്ടി. ഇനി C1 ന്റെ വാല്യൂ നമുക്ക് ഇവിടെ C2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. സോ C1 is equal to lambda by C2 നമുക്കുണ്ട്. അവിടെ C2 ന്റെ വാല്യൂ ഇപ്പൊ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 lambda pi square by lambda square pi square -1. സോ C1 ന്റെ വാല്യൂവും കിട്ടി, C2 ന്റെ വാല്യൂവും കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് C1 equal to 2 ഇപ്പൊ കിട്ടിയ വാല്യൂ, അതേപോലെ C2 ന്റെ ഇപ്പൊ കിട്ടിയ വാല്യൂ ആൻഡ് f of x is equal to x ഇൻ ഇക്വേഷൻ നമ്പർ 2. C1 ഉം C2 ഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇക്വേഷൻ നമ്പർ 2 യിലേക്കാണ് പോകുന്നത്. അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൊല്യൂഷൻ എഴുതുക, ജനറൽ സൊല്യൂഷൻ. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എടുത്ത് നോക്കിയോന്ന്. ഇക്വേഷൻ നമ്പർ 2 എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു f of x ഉണ്ട്. f of x ന്റെ വാല്യൂ എന്ത് കൊടുക്കണം? x. കാരണം നമ്മൾ f of x x ആകുമ്പോൾ ഉള്ളതാണ് ഇവിടെ കണ്ടുപിടിച്ചത്. f of x x ആകുമ്പോൾ ഉള്ളതാണ് ഈ രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് f of x ന് x കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്താണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് f of x ന് അവിടെ x ഉം കൊടുക്കണം ഇക്വേഷൻ നമ്പർ 2 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. C1 ന്റെയും C2 ന്റെയും വാല്യൂ മാത്രമല്ല, നിങ്ങളുടെ f of x ന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, x. സോ സൊല്യൂഷൻ എന്ത് കിട്ടും? y of x is equal to f of x എന്നുള്ളത് x ആവും. x പ്ലസ് ലാംഡ സൈൻ x ഇൻറ്റു C1 ആണ്. സോ ലാംഡ സൈൻ x ഇൻറ്റു C1 ന്റെ വാല്യൂ കൊടുക്കുന്നു, പ്ലസ് ലാംഡ കോസ് x ഇൻറ്റു C2 ന്റെ വാല്യൂ കൊടുക്കുന്നു. സോ ഇത് എന്ത് കിട്ടും? x പ്ലസ് ഇത് 2 ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ -1 ഇൻറ്റു സൈൻ x പ്ലസ് ഈ ലാംഡ വെച്ചോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ലാംഡ പൈ ബൈ ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ -1 ഇൻറ്റു കോസ് x കിട്ടും. ഇതാണ് ജനറൽ സൊല്യൂഷൻ. Which is the solution? Solution of the given integral equation when f of x is equal to x കൂടാതെ ലാംഡയുടെ വാല്യൂ എന്താണ് ഇവിടെ? നോട്ട് ഈക്വൽ ടു +or-1/π. ഈ സൊല്യൂഷനകത്ത് ലാംഡ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ആ ലാംഡ ഏത് വാല്യൂസ് എടുക്കാൻ പറ്റില്ല? +or-1/π. ഓക്കെ, കാരണം നമ്മൾ +or-1/π ആകുമ്പോഴുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടെ ആ ലാംഡയ്ക്ക് ആ വാല്യൂ കൊടുത്താണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാറ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഇനി നമുക്ക് രണ്ടാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് f of x 1 ആകുമ്പോഴുള്ള സൊല്യൂഷൻ എന്താണെന്നാണ്. f of x ന് x കൊടുത്ത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വരെ ചെയ്തു വെച്ചിട്ട് നമ്മൾ f of x ന് x കൊടുത്ത് ചെയ്ത അതേ പ്രൊസീജിയർ ഇനി f of x ന് 1 കൊടുത്ത് ചെയ്യാം. അതായത് ഇക്വേഷൻ നമ്പർ 3ലും 4ന്റെയും ഈ റൈറ്റ് ഹാൻഡ് സൈഡ് f of x ന് 1 കൊടുക്കുമ്പോൾ ഈ രണ്ട് ഇന്റഗ്രലും അത് ഇവാലുവേറ്റ് ചെയ്യുക. അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻസ് വീണ്ടും കൺസിഡർ ചെയ്യുക. C1 ഉം C2 ഉം സോൾവ് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടും f of x equal to 1. നമുക്ക് നോക്കാം. f of x is equal to 1 കൊടുത്തു. സോ ഈ രണ്ട് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ 0 to 2π f of x cos x ഉള്ള ഇന്റഗ്രൽ 0 to 2π cos x dx ആവും f of x ന് 1 കൊടുക്കുമ്പോൾ. ഇന്റഗ്രൽ cos x എന്ന് പറയുന്നത് എന്താണ്? sin x ആണ്. സോ ഫ്രം 0 to 2π. സോ sin 2π is 0 and sin 0 is 0. So 0 minus 0 എന്ന് കിട്ടും, that is 0. അടുത്ത ഇന്റഗ്രൽ 0 to 2π f of x sin x dx. സോ f of x ന് 1 കൊടുക്കുമ്പോൾ ഇത് ഇന്റഗ്രൽ 0 to 2π sin x dx ആവും. Integral sin x is minus cos x from 0 to 2π. Minus ചെയ്യാൻ outside എടുക്കുന്നു. Cos 2π is 1 and cos 0 is also 1. So 1 minus 1 is 0. So ഈ രണ്ട് വാല്യൂസും 0 ആണ്. So equation 3ഉം 4ഉം നമുക്ക് എന്താണ് കിട്ടുക? 3ഉം 4ഉം എപ്പോഴാണ്? when lambda not equal to +or-1/π. lambda equal to ഇത് ഏതെങ്കിലും വാല്യൂ ആണ്, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. So lambda not equal to +or-1/π യും f of x 1 ആവുമ്പോൾ 3ഉം 4ഉം എന്താവും?
C1 minus lambda by C2 equal to 0. ഇവിടെ 0 വരും. Minus lambda by C1 plus C2 equal to 0. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡിന് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. റൈറ്റ് സൈഡിലെ വാല്യൂ 0 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഞാൻ C1 equal to എനിക്ക് എന്ത് കിട്ടും? Lambda by C2. Substitute this in the other equation we get. രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ C1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മൈനസ് ലാംഡ ബൈ ഇൻറ്റു C1 ന്റെ വാല്യൂ ലാംഡ ബൈ C2 എന്ന് കൊടുക്കും. പ്ലസ് C2 equal to 0. So minus lambda square pi square C2 plus C2 equal to 0 എന്ന് കിട്ടും. C2 കോമൺ ആയിട്ട് എടുത്താൽ C2 into 1 minus lambda square pi square equal to 0 എന്ന് കിട്ടും. C2 into ഒരു കോൺസ്റ്റന്റ്, ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ആണ് ഇത്. 1 minus lambda square pi square ന്റെ വാല്യൂ നോൺ സീറോ ആണ്. ഓക്കെ. സോ C2 into this constant എപ്പോഴും 0 ആണെന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ 0 ആയിരിക്കണം? C2 0 ആയിരിക്കണം. സോ C2 equal to 0 എന്ന് കിട്ടും. ഇനി C2 ന്റെ വാല്യൂ 0 എന്ന് കിട്ടി. അങ്ങനെ ആണെങ്കിൽ C1 equal to lambda by C2 എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അതിൽ നിന്ന് C1 ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? So C1 equal to lambda by C2. അവിടെ C2 ന്റെ വാല്യൂ 0 കൊടുക്കുന്നു. So lambda by into 0 that is also 0. So C1 ഉം C2 നമുക്ക് എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. So ഈ വാല്യൂസ് ഇക്വേഷൻ നമ്പർ 2 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. C1 ന്റെയും C2 ന്റെയും വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരാ, ഏതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. f of x ന്റെ വാല്യൂ 1 ആണ്. ഓക്കെ. അത് വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഇക്വേഷന്റെ C1 C2 ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിച്ചത്. So f of x ന്റെ വാല്യൂ 1 എന്ന് കൊടുക്കുക. So ഇക്വേഷൻ നമ്പർ 2 എന്ത് കിട്ടും? y of x is equal to f of x plus എന്നായിരുന്നു. f of x ന് 1 കൊടുത്തു. പ്ലസ് lambda sin x into C1 ആണ്. C1 0 കൊടുത്തു. പ്ലസ് lambda cos x into C2. C2 ന്റെ വാല്യൂ 0 അതും കൊടുത്തു. So y of x is equal to എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. So ഇതാണ് ഈ കേസിലെ സൊല്യൂഷൻ. Is the solution when f of x is equal to 1 and lambda not equal to plus or minus 1 by pi. So ഈ കേസിലെ സൊല്യൂഷൻ ആണ് y of x is equal to 1. കോൺസ്റ്റന്റ് വാല്യൂ ആണ് സൊല്യൂഷൻ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഓക്കെ. സോ ഇത് ക്ലിയർ ആണോ ഈ പ്രോബ്ലം? ഓക്കെ. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കൂടെ എന്തായാലും പോവാം. ഓക്കെ. അതായത് ഒരു നോ സൊല്യൂഷൻ വരുന്ന കേസ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുന്ന കേസ് ഒക്കെ നമ്മൾ ഈ ജനറൽ ഫോം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. സോ അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. Prove that the equation y of x is equal to 1 by pi integral 0 to 2 pi sin x plus chi y of chi d chi plus f of x. ഓക്കെ. ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് തൊട്ട് മുന്നേ തന്നിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? y of x is equal to lambda into integral 0 to 2 pi sin x plus chi y of chi d chi plus f of x. അവിടെ ലാംഡയുടെ വാല്യൂ 1 by pi തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ ഇതിപ്പം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിന്റെ അടുത്ത പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് ഒന്നേന്ന് ചെയ്യാനൊന്നും പോകണ്ട. നിങ്ങൾ അവിടെ ലാംഡ ഈക്വൽ ടു 1 by pi ആവുമ്പോഴും അതേപോലെ ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? എഫ് ഓഫ് എക്സിന്റെ രണ്ട് കേസും പറയുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. സോ ലാംഡ ഈക്വൽ ടു 1 by പൈയും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സും ആവുന്ന കേസ് നോക്കിയാൽ മതി. അതേപോലെ ലാംഡ ഈക്വൽ ടു 1 by പൈയും എഫ് ഓഫ് എക്സിന് 1 കൊടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. അതായത് ഇപ്പം കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്തു വെച്ചതിന്റെ നോക്കുക. കഴിഞ്ഞ പ്രോബ്ലം ചെയ്തു വെച്ചത് ഓക്കെ, ലാംഡയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ ഇവിടെ വരെ കിട്ടുന്നില്ല. ഡെൽറ്റ ഈക്വൽ ടു 0 കൊടുത്ത് ഇത് ലാംഡ ഈക്വൽ ടു 1 by പൈയും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇട്ട് ഈ രണ്ട് ഇക്വേഷനെ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക. അതിനുശേഷം ലാംഡ ഈക്വൽ ടു 1 by പൈയും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതുക. അന്നേരം എന്ത് വരും എന്ന് നോക്കിയാൽ മതി ആക്ച്വലി. ഓക്കെ. സോ ഞാനിവിടെ ഈ പ്രോബ്ലം ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യം പോലെ അങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. കാരണം എക്സാമിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലാംഡ അല്ലല്ലോ 1 by പൈ ഇട്ട് വരുമ്പോ എങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പോലെ ചെയ്തു പോവാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? പ്രൂവ് ദാറ്റ് ദിസ് ഇന്റഗ്രൽ ഇക്വേഷൻ പൊസസ് നോ സൊല്യൂഷൻ വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ ഈ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന് നോ സൊല്യൂഷൻ ആണ് വരിക. ബട്ട് ഇറ്റ് പൊസസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. എന്നാൽ എഫ് ഓഫ് എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. സോ ആ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ കേസിൽ ഡിറ്റർമിൻ ഓൾ സച്ച് സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻസ് എല്ലാം കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളിവിടെ ഞാൻ യൂഷ്വലി ചെയ്തു പോകുന്ന പോലെ ഇവിടെ നോക്കിയാൽ അറിയാം സൈൻ എക്സ് പ്ലസ് കൈ എന്ന് പറയുന്നത് സെപ്പറബിൾ കേർണൽ. ഓക്കെ, അത് പറഞ്ഞു. അതിനുശേഷം തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതി അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഈ സൈൻ എക്സ് പ്ലസ് കൈയുടെ എക്സ്പാൻഷൻ കൊടുക്കുന്നു. ഈ ഇന്റഗ്രൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സിന്റെ ഫംഗ്ഷൻസ് ഔട്ട്സൈഡ് എടുക്കുന്നു. ഇതിനകത്ത് വരുന്ന രണ്ട് ഇന്റഗ്രലിനെയും C1 ഉം C2 എന്ന് വിളിക്കുന്നു. സോ ഈ C1 നോക്കിയാൽ അറിയാം ഇതിനകത്ത് G1 ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് എന്ന് കിട്ടും. C2 എന്ന് പറയുന്ന ഇന്റഗ്രൽ നോക്കിയാൽ അറിയാം G2 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ സൈൻ എക്സ് എന്ന് കിട്ടും.
So y of x എന്തായി f of x plus sin x by pi into c1 plus cos x by pi into c2. ഇവിടെ ലാംഡയുടെ വാല്യൂ 1 by pi ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ ബൈ പൈ എന്ന് പറയുന്നത് കിടക്കുന്നത്. കാരണം 1 by pi അല്ലേ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ, അതുപോലെ തന്നെ ഇട്ട് നമ്മൾ ചെയ്താൽ മതി. അത് ലാംഡ ആണോ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇക്വേഷൻ നമ്പർ 2 വരെ കിട്ടി, വിച്ച് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷൻ 1. ഇനി നമ്മൾ എന്താണ് ഫസ്റ്റ് മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 2 വിത്ത് g1 of x is equal to cos x and integrate over 0 to 2 pi. അത് നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, c1 minus c2 is equal to integral 0 to 2 pi f of x cos x dx. എഫ് ഓഫ് എക്സ് ജനറൽ ആയിട്ട് ഇട്ട് തന്നെ ചെയ്യാം. എഫ് ഓഫ് എക്സ് രണ്ട് കേസ് പറയുന്നുണ്ട്, നമ്മളത് എവിടെ വെച്ചാൽ കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടി. ഇനി എന്താണ് സിമിലർലി മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 2 വിത്ത് g2 of x is equal to sin x and integrate over 0 to 2 pi. സോ അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, മൈനസ് c1 plus c2 is equal to integral 0 to 2 pi f of x sin x dx. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുന്നു. ഇനി എന്നോട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ ഉള്ള കേസും എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഉള്ള കേസുമാണ് പറയുന്നത്. സോ ഞാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് ചെയ്യുവാണ്. പിന്നെ ഇവിടെ ഞാൻ ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഒന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നില്ല. സാധാരണ നമ്മൾ ഇക്വേഷൻ 3ഉം 4ഉം കിട്ടിയ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിലും ഡെൽറ്റ എന്താണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കും. ഇവിടെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡെൽറ്റ കണ്ടുപിടിച്ചിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇവിടെ ലാംഡയുടെ വാല്യൂ 1 by pi ആണ്. കാരണം നമ്മുടെ ജനറൽ ഫോം ഇന്റഗ്രൽ ഇക്വേഷൻ എന്താണ് നോക്കുക, ഇന്റഗ്രൽ ഇക്വേഷൻ ഒരു ഇന്റഗ്രൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്, f of x plus lambda integral 0 to 2 pi k of x k y of k d k. ഇവിടെ ലാംഡയുടെ വാല്യൂ 1 by pi ആണ്, ക്ലിയർ ആണ്. സോ ഇനി ഡെൽറ്റ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. ഓക്കെ, സോ ഇവിടെ നോക്കാം, ഈ രണ്ടാമത്തെ ഫോർത്ത് ഇക്വേഷൻ കിട്ടി. അതിനുശേഷം ഞാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് കൊടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 3യുടെയും 4ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് അങ്ങ് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രൽ 0 to 2 pi f of x sin x dx കണ്ടുപിടിക്കുന്നു. അതേപോലെ ഇന്റഗ്രൽ 0 to 2 pi f of x cos x dx കണ്ടുപിടിക്കുന്നു. സോ എനിക്ക് രണ്ടിന്റെയും വാല്യൂ എന്ത് കിട്ടും, ഒരെണ്ണത്തിന്റെ വാല്യൂ -2 pi, ഒരെണ്ണം 0 എന്ന് കിട്ടും. സോ when f of x is equal to x, equation 3 and 4 becomes, so ഫസ്റ്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരുന്നു 0 കിട്ടിയത്. So c1 minus c2 equal to 0 and second equation minus c1 plus c2 is equal to -2 pi എന്ന് കിട്ടും. സോ ഇവിടുന്ന് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, c1 equal to c2. Substitute this in the other equation we get. So c1 ന്റെ വാല്യൂ c2 എന്ന് കൊടുക്കുന്നു സെക്കൻഡ് ഇക്വേഷനിൽ. സോ മൈനസ് c1 ന് പകരം c2 കൊടുത്തു, പ്ലസ് c2 equal to -2 pi. മൈനസ് c2 പ്ലസ് c2 എന്നുള്ളത് എന്താണ്, 0 ആണ്. 0 equal to -2 pi. നിങ്ങൾ നോക്കുക, 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, -2 pi എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 0 equal to -2 pi എന്ന് പറയുന്നത് ആകാൻ പറ്റുമോ, ഇല്ല, വിച്ച് ഇസ് ഇമ്പോസിബിൾ. അത് ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ 0 equal to 3 എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ 0 equal to 5 എന്ന് പറയാൻ പറ്റൂല. അതുപോലെയുള്ള 0 equal to 2 pi എന്ന് പറയുന്നത് പോസിബിൾ അല്ല, വിച്ച് ഈസ് ഇമ്പോസിബിൾ. സോ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്ന് എനിക്ക് പറയാം. ഇവിടെ ഈ c1 c2 ഇൻവോൾവ് ചെയ്യുന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഇല്ല. കാരണം എന്താണ്, ഇവിടെ കിട്ടിയ നമുക്കൊരു കോൺട്രഡിക്ഷൻ ആണ് കിട്ടുന്നത്. ഹെൻസ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 3 and 4 ഹാസ് നോ സൊല്യൂഷൻ. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഇല്ല. അതായത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു c1ഉം c2ഉം എക്സിസ്റ്റ് ചെയ്യില്ല എന്ന്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇക്വേഷൻ നമ്പർ 2നും ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാം. എപ്പോഴാണ്, when f of x is equal to x ആവുമ്പോൾ. Thus the given integral equation possesses no solution when f of x equal to x. സോ ഇതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന് നോ സൊല്യൂഷൻ ആണെന്നുള്ളത്. സോ അതാണ് ഈ കേസ്. ഇത് ക്ലിയർ ആയോ? ഇനി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്നാണ് അടുത്ത പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ട് ആ രണ്ട് ഇന്റഗ്രൽ ഇക്വേഷന്റെ ഇക്വേഷൻ 3യുടെയും 4ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യാണ്. എഫ് ഓഫ് എക്സിന് 1 കൊടുത്തിട്ട് സോ എനിക്ക് 0 0 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ when f of x is equal to 1, equation 3 and 4 becomes ഇങ്ങനെ കിട്ടും, c1 minus c2 equal to 0 and minus c1 plus c2 equal to 0. സോ ഫസ്റ്റ് ഇക്വേഷനിൽ c1 equal to c2 എന്ന് കിട്ടും. ആൻഡ് സെക്കൻഡ് ഇക്വേഷനിലും എന്താണ്, c1 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ c1 equal to c2 എന്ന് തന്നെ കിട്ടും. സോ c1 equal to c2 എന്ന് ഇവിടെ സൊല്യൂഷൻ കിട്ടുന്നുള്ളൂ. പർട്ടിക്കുലർ ആയിട്ട് c1 ന്റെ വാല്യൂ എന്താണ്, c2 ന്റെ വാല്യൂ എന്താണെന്ന് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ കാര്യം c1 equal to c2 എന്നുള്ളത് ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണല്ലോ സൊല്യൂഷൻ എഴുതുന്നത്. സോ c1 equal to c2. അതേപോലെ f of x ന് ഏത് വാല്യൂ കൊടുക്കണം, 1. കാരണം f of x 1 ആകുമ്പോഴാണ് നമ്മൾ ഈ ചെയ്തു വന്നത്.
സോ ഇക്വേഷൻ നമ്പർ 2 എന്താവും? y of x is equal to f of x plus ആണ്. സോ അത് 1 ആണ്. 1 പ്ലസ് sin x by pi into c1 എന്നായിരുന്നു. c1 പകരം c2 കൊടുക്കുന്നു. സോ c2 പ്ലസ് cos x by pi into c2. സോ ഇവിടെ നോക്കിയാൽ അറിയാം രണ്ട് കോൺസ്റ്റന്റ്സും ഇപ്പൊ സെയിം ആണ്. സോ c2 by pi എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ഞാൻ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ 1 പ്ലസ് c2 by pi into sin x plus cos x എന്ന് എനിക്ക് കിട്ടും. c2 is an arbitrary constant. നിങ്ങൾ ഈ സൊല്യൂഷൻ നോക്കുക. f of x is equal to 1 ആകുമ്പോൾ ഈ സൊല്യൂഷൻ നോക്കുക. ഇത് ഒരു സിംഗിൾ സൊല്യൂഷൻ അല്ല. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടും. കാരണം c2 എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. c2 ഓരോ വാല്യൂ എടുക്കുമ്പോഴും നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടും. ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് അതെല്ലാം. c2 ന് 1 കൊടുക്കുമ്പോൾ c2 ന് 2 കൊടുക്കുമ്പോൾ c2 ന് 3 കൊടുക്കുമ്പോൾ 4 കൊടുക്കുമ്പോൾ 5 കൊടുക്കുമ്പോൾ അങ്ങനെ c2 ന് ഏത് വാല്യൂ കൊടുത്താലും നമുക്കൊരു y of x കിട്ടും. ഇതെല്ലാം ആ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. സോ ഈ സൊല്യൂഷനകത്ത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ നമുക്കിവിടെ കിട്ടും. For each value of c2 we get a solution of 1. സോ അതുകൊണ്ട് തന്നെ c2 ന് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് ആ തന്ന ഇന്റഗ്രൽ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. സോ ആ ഇന്റഗ്രൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുക. സോ അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഹെൻസ് 1 possess infinitely many solutions. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. സോ ക്ലിയർ ആണോ ഈ കേസ്? എന്താണ് ഒന്ന് ഓർക്കെ പറയാം, എനിക്ക് ക്ലിയർ ആയില്ല മോളെ. അത് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? c2 by pi into sin x plus cos x ആണ്. അവിടെ നമ്മളോട് ലാംഡ ഈക്വൽ ടു 1 by pi ആകുമ്പോൾ ഉള്ള ഐഗൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. ഓക്കെ, എനിക്ക് മനസ്സിലായി ചോദിച്ചത് എന്താന്ന്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാംഡ ഈക്വൽ ടു അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലാംഡ ഈക്വൽ ടു 1 by pi ആകുമ്പോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചത്. സോ അത് sin x plus cos x കിട്ടി. കൂടാതെ ലാംഡ ഈക്വൽ ടു 1 by pi ആകുമ്പോൾ ഉള്ള സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ നോക്കുക. നമ്മളിവിടെ ലാംഡ ഈക്വൽ ടു 1 by pi ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. c2 by pi into sin x plus cos x. നമ്മളോട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ചോദിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു sin x plus cos x ആണ്. ഇനി അതിന് പകരം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ലാംഡ ഈക്വൽ ടു 1 by pi ആകുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മളിവിടെ ആ കാര്യം പറയും, അത്രേ ഉള്ളൂ. ഈ സൊല്യൂഷൻ വരെ എഴുതി വെച്ചിട്ട് ഇവിടെ എന്താണ് c2 എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട് ഈ സൊല്യൂഷനിൽ. അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു 1 by pi ആകുമ്പോൾ ആ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് വരുന്നത്. അതും ശരിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന്